പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹാ തമ്പുരാൻ്റെ പാദപീഠത്തിൽ വളരെ വിനയത്തോടെ അവിടുത്തെ സ്നേഹം ആസ്വദിച്ച് ചേർന്നിരിപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനം ധ്യാനിക്കുകയാണല്ലോ പ്രിയപ്പെട്ടവരെ. കർത്താവ് ഓരോ സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമുക്ക് ആവശ്യമായ ആലോചനകൾ നിരന്തരമായി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായി വിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായം 12 മുതൽ 16 വരെ തിരുവചനങ്ങൾ കേൾപ്പിക്കുകയാണ്. വിശുദ്ധമുള്ള പൗലോസ്ലീഹ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 12 മുതൽ 16 വരെ തിരുവചനങ്ങൾ. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വളരെ മനോഹരമായ ഒരു ധ്യാനമാണ് നമുക്കിന്ന് പകർന്നു തരുന്നത്. അദ്ദേഹം വിശ്വാസ സമൂഹത്തോട് പറയുന്നത്, പിൻപിലുള്ളത് മറക്കുക, മുൻപിലുള്ളത് എത്തിപ്പിടിക്കാൻ വേണ്ടി ആഞ്ഞ് ഓടുക. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഓട്ടക്കള്ളത്തിൽ ഓടാനിറങ്ങിയ ഒരാൾ പന്തയത്തിലാണ് ഓടുന്നതെങ്കിൽ പിന്നെ മറ്റൊരു ചിന്ത ഉള്ളിലുണ്ടാകാൻ പാടില്ല. ലക്ഷ്യം മാത്രമായിരിക്കണം ഓട്ടക്കളത്തിൽ ഓടുന്നവൻ്റെ ഉള്ളിലിരിപ്പ്. എന്നാൽ ലക്ഷ്യത്തിൽ എപ്പോഴെങ്കിലും എത്തിയാൽ എത്തട്ടെ എന്ന ചിന്തയോടെ അലക്ഷ്യമായി മറ്റു കാര്യങ്ങളിൽ ഇടപെട്ട് മറ്റെല്ലാം അന്വേഷിച്ച് നിൽക്കുന്നവൻ ഓട്ടപ്പന്തയത്തിൽ ഒരിക്കലും വിജയിയാകുന്നില്ല. മാത്രമല്ല, പന്തയത്തിൽ പങ്കെടുക്കുന്ന ഒരു വികാരം പോലും അവനില്ല. ഈ ലോകത്തുനിന്ന് ജീവിക്കുന്ന എത്രയോ പേരുടെ യഥാർത്ഥ അടിസ്ഥാനപരമായ സംഗതി അല്ലെങ്കിൽ പ്രശ്നം ഇതാണ്. അവർ ഓട്ടക്കളത്തിലാണെന്നോ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നോ അവിടെ ഓടിയെത്തണമെന്നോ ഉള്ള വിചാരമോ ചിന്തയോ ധ്യാനമോ ഒരുപാട് പേരെ ബാധിക്കുന്നില്ല. ഈ ലോകത്തിൻ്റെ എല്ലാ മായാസുഖങ്ങളും ഇതിൻ്റെ കാഴ്ചകളും ഇതിൻ്റെ ആസ്വാദനങ്ങളും ഇതിൻ്റെ ഇമ്പങ്ങളും ഇതിൻ്റെ സാമ്പത്തിക പുരോഗതിയും ഒക്കെ സ്വന്തമാക്കി ഈ ലോകത്തിന് അനുരൂപരായി ലോകമയന്മാരായി ലോക മക്കളായി ജീവിതം മുൻപോട്ട് നയിക്കുന്ന വല്ലാത്ത ഒരു ജീവിത ശൈലി. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഓടുകയാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവരെ ഓർത്തുകൊള്ളണം, നിങ്ങളുടെ സത്വര ശ്രദ്ധ മുഴുവനും ലക്ഷ്യത്തിലേക്കായിരിക്കണം. ലാക്ക് നോക്കി നിങ്ങൾ ഓടിക്കൊള്ളണം, മറ്റൊന്നും നിങ്ങൾ ധ്യാനിക്കരുത്. പിൻപിലുള്ളത് ഒരുപക്ഷെ ആസ്വാദികരമായിരിക്കാം, ആനന്ദകരമായിരിക്കാം, ലാഭകരമായിരുന്നിരിക്കാം. ഒരുപാട് ജീവിതത്തിൽ നിങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുള്ളതും നിങ്ങളെ മോഹിപ്പിച്ചിട്ടുള്ളതുമായ സംഗതികളാകാം. ഇരുവശവും അതിന് സമാനമായ പല കാഴ്ചകളും നിങ്ങളെ മാടി വിളിക്കുന്നുണ്ടാകാം. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കല്ലേ. നിങ്ങൾ പിമ്പിലുള്ളതൊക്കെ മറന്നുകളാ. എൻ്റെ പിന്നിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസങ്ങളും ഇന്നലെ കഴിഞ്ഞു പോയ സംഗതികളും ഇന്നലെ കൈവശപ്പെടുത്തിയ സംഗതികളും ഇന്നലെ എൻ്റെ സ്വന്തമായിരുന്നതൊക്കെയും ഞാൻ മറക്കുന്നു. എനിക്ക് ഒരേ ഒരു കാഴ്ചയേ ഉള്ളൂ, അതെൻ്റെ ലക്ഷ്യമാണ്. അവിടേക്ക് ഞാൻ ഓടുകയാണ്. എൻ്റെ മനസ്സിൽ മറ്റൊന്നുമില്ല, എൻ്റെ ധ്യാനത്തിൽ മറ്റൊന്നുമില്ല, എൻ്റെ മനനത്തിൽ മറ്റൊന്നുമില്ല. എൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രം, എനിക്ക് ഓടിയെത്തേണ്ട ഇടത്ത് ഓടിയെത്തണം. അപ്പോസ്തലൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ ഓരോ വിശ്വാസിയും ഇവണ്ണമുള്ള ഓട്ടമാണ് ഓടേണ്ടതെന്ന് ദൈവമക്കൾക്ക് എപ്പോഴും ഓർമ്മ വേണം. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണ്. എബ്രായ ലേഖനത്തിലെ 12-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ കണ്ണു നട്ടുകൊണ്ട് നാം നമ്മുടെ ഓട്ടം ഓടി പൂർത്തിയാക്കണമെന്ന്.
ഇതുപോലെ തന്നെ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, കർത്താവിനെ നോക്കിക്കൊണ്ട് ഓടണമെന്ന്. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണ്. എന്നാൽ ഈ ഓട്ടത്തിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോസ്തലൻ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പിമ്പിലുള്ളത് മറക്കുക എന്നുള്ളത് തന്നെയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ പിമ്പിൽ നമ്മെ പിടിച്ചു വലിക്കുന്നത്? പിമ്പിൽ നിന്ന് പിടിച്ചു വലിക്കുന്നത് ലോകമാണ്. ഈ ലോകവും ലോകത്തിൻ്റെ ഇമ്പങ്ങളും അത് തരുന്ന സുഖങ്ങളും ഏത് മനുഷ്യനെയും പിന്നോട്ട് പിടിച്ചു വലിക്കും. ഈ ജഡസംബന്ധമായ ലോകത്ത് ജഡമയന്മാരായി ജഡസുഖം ആസ്വദിച്ച് ലോകാനുരൂപരായി ജീവിക്കുന്നവർക്ക് ഈ ലോകം തരുന്ന സുഖം, ജഡം തരുന്ന സുഖം, ലൗകിക സുഖം അത് വിട്ടുപോവുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ലോകത്ത് ജീവിക്കുന്ന ആളുകളിൽ വളരെയധികം ആളുകൾ ജീവിക്കുന്നത് തന്നെ ഈ സുഖങ്ങളൊക്കെ ആസ്വദിക്കാനാണ്. ആസ്വാദനങ്ങളില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥമെന്നാണ് ആധുനിക മനുഷ്യൻ ചോദിക്കുന്നത്. എന്നാൽ ഈ ലോകത്ത് മാത്രം കണ്ണുനട്ട് ഈ ലോകത്ത് തുടങ്ങി ഈ ലോകത്ത് തീരുന്നതാണ് ജീവിതമെന്ന സങ്കുചിതമായ ചിന്താഗതിയോടെ ഈ ലോകം മാത്രമാണ് എൻ്റെ സ്വന്തമായ ലോകം, ഇവിടുത്തെ ജീവിതം മാത്രമാണ് എൻ്റെ ജീവിതം, ഇതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് ചിന്തിക്കാതെ, അതിനപ്പുറത്തേക്ക് ജീവിതയാത്ര തുടരുന്നു എന്ന് ധ്യാനിക്കാതെ, ഇതിനപ്പുറത്തുള്ളത് എത്തിപ്പിടിക്കാൻ ശ്രമിക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ സ്വപ്നം കാണുകയോ ചെയ്യാതെ ലോകം ലോകം ലോകം, ഇവിടുത്തെ ജീവിതം, ഇവിടുത്തെ സുഖം, ഇവിടുത്തെ ആനന്ദം, ഇവിടുത്തെ ഇമ്പം, ഇത് മാത്രം മനസ്സിൽ മനനം ചെയ്ത് ധ്യാനിച്ച് ലോകത്തിനു വേണ്ടി ജീവിക്കുന്ന ആധുനിക മനുഷ്യൻ്റെ അപകടകരമായ മാനസികാവസ്ഥ. ഇതാണ് പൗലോസ് ശ്ലീഹ സൂചിപ്പിച്ച് തിരുത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഓടുകയാണ് എന്ന് ഓർമ്മ വേണം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ ഓർക്കണം, ലാക്ക് മാത്രമായിരിക്കണം ധ്യാനം. പിന്നിലുള്ളതൊക്കെ മറക്കാതെ മുന്നിലേക്ക് ഓടിക്കയറാൻ കഴിയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിർഭാഗ്യാവശാൽ നമ്മൾ ഒത്തിരി പേരെ ലോകത്തിൻ്റെ സുഖങ്ങൾ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനി എന്ന് പേരുണ്ട്, ക്രിസ്തീയ സമൂഹത്തിൽ അംഗത്വമുണ്ട്, പലപ്പോഴും ആത്മീയമായി ഞാൻ ഏറെ മുന്നിലാണെന്നുള്ള വിചാരവും വികാരവുമൊക്കെ ഉണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, കർത്തൃ ശുശ്രൂഷകളിലൊക്കെ മുൻപന്തിയിലുണ്ട്. പക്ഷേ ഇതൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പോലും അതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന വികാരം, ഈ ആത്മീയ പ്രകടനങ്ങളുടെ ഒക്കെ പിന്നിലുള്ള ചേതോ വികാരം, ഈ ലോകപ്രകാരം കുറേ കൂടെ ഉന്നതിപ്പെടുക, ലോകപ്രകാരം കുറേ കൂടെ സുരക്ഷിതമാവുക, ലോകപ്രകാരം കുറേ കൂടെ ശ്രേഷ്ഠത കൈവരിക്കുക, ലോകപ്രകാരം കുറേ കൂടെ സമ്പന്നത കൈവരിക്കുക, ഈ ലോകത്ത് ഏറ്റവും സുഖമായി ജീവിക്കുക, ആയതിനു വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കുക. ഇതാണ് ഇന്ന് കാണുന്ന ആത്മീയതയുടെ യഥാർത്ഥമായ ചിത്രമെന്ന് നന്നായി സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മനുഷ്യൻ ഉപയോഗിക്കുകയാണ്. അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, ഈ ലോക ഇമ്പങ്ങൾക്ക് ദൈവത്തെ മനുഷ്യൻ ഉപയോഗിക്കുകയാണ്. സത്യത്തിൽ ഇത് ഉപഭോഗ സംസ്കാരത്തിൻ്റെ കാലമാണ്. നമ്മളെന്തും നന്നായിട്ട് ഉപയോഗിക്കുക, ദൈവത്തെയും അതുപോലെ അങ്ങ് ഉപയോഗിക്കുകയാണ് മനുഷ്യൻ. അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ മനുഷ്യൻ ദൈവത്തോടെ എന്താണ് പ്രാർത്ഥിക്കുന്നത്, ആവശ്യപ്പെടുന്നത് എന്ന് നാം സൂക്ഷിച്ചാൽ മനസ്സിലാകും. മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മുഴുവൻ ലൗകികമായ നേട്ടങ്ങൾ, ലൗകികമായ ലാഭങ്ങൾ, ഈ ലോകത്തിൻ്റെ വിജയങ്ങൾ, ഈ ലോകത്തിൻ്റെ ഉന്നതി, ഈ ലോകത്ത് ജോലി, ഈ ലോകത്ത് വിദേശ ജോലി, ഈ ലോകത്ത് മനോഹരമായ വീട്, ഈ ലോകത്ത് മനോഹരമായ വാഹനം, ഈ ലോകത്ത് മനോഹരമായ സ്ഥാനമാന മഹിമകൾ, ഈ ലോകത്ത് സുഖം, സൗഖ്യം, ദീർഘായുസ്, ഇതൊക്കെയാണ് മനുഷ്യൻ ദൈവത്തോട് നിരന്തരം ചോദിക്കുന്ന സംഗതികളെങ്കിൽ മനുഷ്യൻ ദൈവത്തെ കാണുന്നത് ഇതെല്ലാം എനിക്ക് തരുന്ന ഒരു ആൾ എന്ന നിലയിലാണ്. ഇതൊക്കെ എനിക്ക് തരാൻ കടപ്പെട്ട ഒരാൾ എന്ന നിലയിലെന്നാണ്. ഇതൊക്കെ എനിക്ക് തരേണ്ട ഒരാൾ എന്ന നിലയിലാണ്. ഇത് തന്നാൽ ഞാൻ ദൈവത്തെ വീണ്ടും സമീപിച്ച് ഇത് ആരാധിക്കുകയും വിളിച്ചപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. തരുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തിന് എതിരാളിയായി മാറും. അത് ഇന്ന് കാലഘട്ടത്തിൽ ഒത്തിരി പേർ ദൈവനിഷേധികളായി മാറുന്നുണ്ട്. എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ദൈവം എനിക്ക് എന്താ തന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതൊന്നും തന്നില്ലല്ലോ. സത്യത്തിൽ ദൈവം തന്നത് എന്താണ് എന്ന് ഇതുവരെ ഈ ജനത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അവൻ തന്നത് തൻ്റെ പ്രാണനാണ്, അവൻ തന്നത് തൻ്റെ ജീവനാണ്, അവൻ തന്നത് തൻ്റെ ചുടുചോരയാണ്, അവൻ തന്നത് തൻ്റെ സ്വർഗസിംഹാസനമാണ്, അവൻ തന്നത് പുത്രത്വത്തിൻ്റെ പദവിയാണ്, അവൻ തന്നത് ദൈവമക്കളെന്ന സ്ഥാനമാണ്, അവൻ തന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അതിബൃഹത്തും അതിമഹത്വമായ ഏറ്റവും ശ്രേഷ്ഠതരമായ ഒരു അനുഗ്രഹമാണ്. ഇത് തിരിച്ചറിയാതെ
അത് എത്തിപ്പിടിക്കാൻ ശ്രമിക്കാതെ, അതിൽ ഒന്നാകാൻ ശ്രമിക്കാതെ, അതിന് ദൈവത്തോട് നന്ദി പറയാതെ, ഈ ലോകപരമായ സംഗതികളുടെ ലാഭത്തിനും നേട്ടത്തിനും ഇമ്പത്തിനും സുഖത്തിനും വേണ്ടി ദൈവത്തെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ആധ്യാത്മികത അധപ്പതിച്ചു പോയെങ്കിൽ ദൈവമക്കളെ, ഒരു വലിയ തിരുത്തൽ നമുക്ക് ആവശ്യമുണ്ട്. ഓർക്കുക, നമ്മളൊക്കെ ഓടുന്നവരാണ്. ഈ ഭൂമിയിൽ തീരുന്നില്ല നമ്മുടെ ജീവിതം. ഇതിനപ്പുറത്തേക്ക് അത് നീണ്ടു നിൽക്കുകയാണ്. കർത്താവ് വാഗ്ദത്തം ചെയ്തിടത്ത് നാം ചെന്നു ചേരേണ്ടതുണ്ട്. കർത്താവിനോടൊപ്പം നാം ചെന്നു ചേരേണ്ടതുണ്ട്. കർത്താവിൻ്റെ മണവാട്ടിയായി കർത്തൃ മണവറയിൽ നാം ചേർക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഓടി അവിടെ എത്തുക, അവിടെ എത്തുവോളം ഓടുക. മറ്റെല്ലാം മറക്കാതെ, പിന്നിലുള്ളത് മറക്കാതെ ഓടി മുന്നേറാനായിട്ട് കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പിന്നിലുള്ളതൊക്കെ മറന്ന് ഓടി ലാക്ക് കൈവശപ്പെടുത്തിയവനാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ഓടുന്നു പിന്നിലുള്ളത് മറന്നുകൊണ്ട്. അപ്പോസ്തലൻ എന്തൊക്കെയാണ് അതിനുവേണ്ടി ത്യജിച്ചത് എന്നറിയുമ്പോഴാണ് നമ്മൾ ഈ ഓട്ടത്തിൻ്റെ വില മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അത് വ്യക്തമായി സൂചിപ്പിച്ചു വച്ചിട്ടുണ്ട് പൗലോസ്ലീഹ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലെ 5 മുതൽ 8 വരെ തിരുവചനങ്ങളിൽ അപ്പോസ്തലൻ തൻ്റെ യോഗ്യതകൾ, ഭൗതിക യോഗ്യതകൾ, ലൗകിക യോഗ്യതകൾ, ഈ ലോകത്ത് തനിക്കുള്ള സ്ഥാനമാന മഹിമകളൊക്കെ വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴുമെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അപ്പോൾ ഈ ലോകപ്രകാരം തനിക്കുണ്ടെന്ന് അവകാശപ്പെടാവുന്ന എല്ലാ യോഗ്യതകളും അപ്പോസ്തലൻ ഉപേക്ഷിക്കുകയാണ്. അതിനെ ഛേദമെന്ന് എണ്ണുകയാണ്. അതല്ല എനിക്ക് പ്രയോജനപ്പെടുന്നത് എന്ന് അദ്ദേഹം വിളംബരം ചെയ്യുകയാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ചരിത്രം പറയുന്നത്, തർസൂസ് എന്ന തുറമുഖ പട്ടണത്തിലെ റോമൻ കൈസറിൻ്റെ ഭരണത്തിന് കീഴിലിരുന്ന തർസൂസ് എന്ന തുറമുഖ പട്ടണത്തിലെ അതീവ സമ്പന്നനായ ഒരു വലിയ കപ്പൽ ഉടമസ്ഥൻ്റെ വലിയ വ്യാപാരിയുടെ മകനായിരുന്നു പൗലോസ്ലീഹ എന്നാണ്. അപ്പോൾ ജന്മനാൽ മഹാസമ്പന്നനായിരുന്നു അദ്ദേഹം. അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് പോലെ യഹൂദ മതത്തിലെ ഒരു തീഷ്ണ വിഭാഗത്തിൽപ്പെട്ട പരീശ പാരമ്പര്യത്തിൽ നിന്നുള്ളവനായിരുന്നു അദ്ദേഹം. ആചാരാനുഷ്ഠാനങ്ങളിൽ അണുവിട വ്യതിചലിക്കാത്ത നിഷ്ഠയുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. മാത്രമല്ല, ഇസ്രായേൽ കുലത്തിൽ കലർപ്പില്ലാതെ നിലനിന്ന 2 ഗോത്രങ്ങൾ, ഒന്ന് യഹൂദായും 2 ബെന്യാമീൻ ഗോത്രവുമാണെങ്കിൽ, ആ കലർപ്പില്ലാത്ത വിശുദ്ധ യഹൂദ വംശത്തിൽപ്പെട്ട ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു താൻ എന്ന് അവകാശപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് അദ്ദേഹം ഒരു മഹാപണ്ഡിതനായിരുന്നു എന്നാണ്. അന്ന് ജീവിച്ചിരുന്ന ന്യായപ്രമാണ പണ്ഡിതന്മാരിൽ ഒരു സർവകലാശാലയ്ക്ക് തുല്യനായിരുന്നു ഗമാലിയേൽ എന്ന മഹാപണ്ഡിതൻ. ഈ ഗമാലിയേൽ എന്ന മഹാപണ്ഡിതൻ്റെ ഉത്തമ ശിഷ്യൻ എന്ന നിലയിൽ ന്യായപ്രമാണ പാണ്ഡിത്യത്തിലെ അഗ്രഗണ്യൻ, തർക്കശാസ്ത്രത്തിൽ അതിനേക്കാൾ അഗ്രഗണ്യനായിരുന്നു പൗലോസ്ലീഹ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ ഈ യഹൂദമതത്തിൻ്റെ സുപ്രീം കോടതിയായ സൻഹഡ്രീൻ സംഘത്തിൻ്റെ ഉപദേഷ്ടാക്കളിൽ ഒരാളായി അദ്ദേഹം നിയമിക്കപ്പെട്ടിരുന്നു എന്ന സൂചനയുണ്ട്. പ്രിയപ്പെട്ടവരെ, ലഭിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങൾ ചെറുതല്ല. അദ്ദേഹത്തോട് ന്യായപ്രമാണം സംബന്ധിച്ച് തർക്കിച്ച് ജയിക്കാൻ ആർക്കും കഴിയില്ല. ഇതിലെല്ലാം ഉപരി പൗലോസ്ലീഹ ന്യായപ്രമാണം മാത്രമല്ല പഠിച്ചത്, അദ്ദേഹം പഞ്ചഭാഷാ പണ്ഡിതനായിരുന്നു എന്നും അദ്ദേഹത്തെക്കുറിച്ച് കുറിപ്പുണ്ട്. അനായാസമായി 5 ഭാഷകൾ അദ്ദേഹം സംസാരിക്കുമായിരുന്നു, കൈകാര്യം ചെയ്യുമായിരുന്നു. അതിലുമുപരി അദ്ദേഹം ജന്മനാലൊരു റോമ പൗരനാണ്. റോമൻ കൈസറിൻ്റെ ഭരണത്തിന് കീഴിൽ റോമ പൗരത്വമുള്ളവർക്ക് ഭയങ്കരമായ പദവിയാണുള്ളത്. ഇങ്ങനെയുള്ള സ്ഥാനമാന മഹിമകളെല്ലാം കൈവശമിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതെല്ലാം ഛേദമെന്നെണ്ണുകയാണ്. കാരണം ഞാൻ ഈ അനുഭവിക്കുന്ന പദവിയോ സ്ഥാനമോ മാനമോ മഹത്വമോ അറിവോ ശ്രേഷ്ഠതയോ ഒന്നുമല്ല. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കാൻ എനിക്ക് വേണ്ടി കുരിശേറിയ, എനിക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ച, എനിക്ക് വേണ്ടി വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട, എനിക്ക് വേണ്ടി സ്വന്തം പ്രാണൻ വെച്ച് തന്ന, എനിക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട് എൻ്റെ പാപത്തിന് പ്രായശ്ചിത്വവും പരിഹാരവുമായി മാറിയ ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നുവാൻ കാരണമായി തീർന്ന എൻ്റെ രക്ഷിതാവായ കർത്താവ് എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന
സ്വർഗീയ മഹത്വം ഓർക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ലാഭങ്ങളോ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളോ ഈ ലോകത്തിൻ്റെ സുഖങ്ങളോ ഒന്നും എനിക്ക് ലാഭകരമല്ല, ഞാനതെല്ലാം ഛേദമെന്നെണ്ണുന്നു. നിസ്സാരമല്ലാത്ത ചിലതിനെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായും അങ്ങ് ഉപേക്ഷിച്ചു. ഇത്രയും വലിയ സമ്പന്നൻ്റെ മകൻ കൂടാരപ്പണി സ്വന്തം കൈകൊണ്ട് ചെയ്താണ് ഉപജീവനത്തിന് വക കണ്ടെത്തിയതെന്ന് അദ്ദേഹം തന്നെ സാക്ഷിക്കുമ്പോൾ സ്വയം ദരിദ്രനായി പ്രഖ്യാപിച്ചവനായിരുന്നു അപ്പോസ്തലൻ. ഈ ലോകത്തിൻ്റേതായ ഒരു നേട്ടങ്ങളും ലാഭങ്ങളും അവകാശപ്പെട്ടില്ല. കാരണം നശ്വരമായ ഈ ലോകത്തെ താൽക്കാലികമായ ലാഭങ്ങളെക്കാൾ, നേട്ടങ്ങളെക്കാൾ, സമ്പത്തിനേക്കാൾ, സമ്പന്നതയേക്കാൾ അനശ്വരമായ നിത്യരാജ്യത്തിലെ അനശ്വരമായ നിത്യാനന്ദവും നിത്യമായ ലാഭവും നിത്യമായ നേട്ടവും നിത്യമായ സ്ഥാനവും നിത്യമായ ഇരിപ്പിടവും അപ്പോസ്തലനെ അതിഭയങ്കരമായി പ്രചോദിപ്പിച്ചിരുന്നു, അതിശക്തമായി പ്രചോദിപ്പിച്ചിരുന്നു. ഇത് ആത്മീയമായ ദർശനമാണ്, ആത്മീയമായ കാഴ്ചയാണ്. ഈ ലോകത്തിന് അനുരൂപമായി ചിന്തിക്കുന്ന, ലോകസുഖങ്ങൾ തേടുന്ന മനുഷ്യന് അജ്ഞമായിരിക്കുന്ന ഒരു സംഗതിയാണിത്. അപ്പോസ്തലൻ്റെ പാത പിന്തുടരുവാൻ ക്രിസ്ത്യാനികളായ നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാനായിട്ട് കഴിയണം. ഇതെല്ലാം പൗലോസ്ലീഹ ഛേദമെന്നെണ്ണി ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, പിന്നിലുള്ളതൊക്കെ മറന്നു. ഇന്നലെകളെ മറക്കുക, നാളെയിലേക്ക് കണ്ണു നടുക, ശീഘ്രം ഓടുക, മറ്റൊന്നും ശ്രദ്ധിക്കാതിരിക്കുക, മറ്റൊന്നിനെക്കുറിച്ചും ആശങ്കപ്പെടാതിരിക്കുക. ഓട്ടമാണ് ക്രിസ്തീയ ജീവിതം. പക്ഷേ നിർഭാഗ്യാവശാൽ നമ്മളെല്ലാം പിറകിലുള്ളത് മറക്കാൻ മടിയുള്ളവരും, പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നവരും, പിറകിലുള്ളത് വീണ്ടും ആസ്വദിപ്പാൻ ഓട്ടം നിർത്തുന്നവരും പിന്തിരിഞ്ഞോടുന്നവരുമൊക്കെ ആയി പോകുന്നുണ്ട്. ലോത്തിൻ്റെ ഭാര്യ ഇവിടെ വലിയ ഒരു അടയാളമാണ്. സോദോം ഗൊമോറ എന്നീ പട്ടണങ്ങളിൽ ദൈവത്തിൻ്റെ ക്രോധാഗ്നി ഇറങ്ങുകയാണ്. ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി ആ പട്ടണങ്ങളെ കത്തിക്കാൻ പോകുകയാണ്. ഗന്ധകം കത്തി ആ നാട് നശിക്കാൻ പോകുകയാണ്. ആ നാടിൻ്റെ പേരുകളില്ലാതെയായി അത് ചാവുകടലായി മാറാൻ പോകുകയാണ്. എന്നാൽ ലോത്ത് എന്ന മനുഷ്യനെയും കുടുംബത്തെയും രക്ഷിക്കാൻ ദൈവം അയച്ചിട്ട് അവിടെ ഇറങ്ങിച്ചെന്ന ദൂതന്മാർ പറയുന്നുണ്ട്, നിങ്ങൾ ഓടിപ്പോയിക്കൊള്ളുക, പിറകോട്ട് തിരിഞ്ഞു നോക്കരുത്. ലോത്തും അവൻ്റെ ഭാര്യയും 2 പെൺമക്കളുമാണ് ഓടേണ്ടത്. അവരെ ഓടാനായിട്ട് നിർബന്ധിച്ചു. നിബന്ധന, പിറകോട്ട് തിരിഞ്ഞു നോക്കരുത്. ഈ പിറകോട്ട് തിരിഞ്ഞു നോക്കരുത് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നത് അപകടമാണ്. പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ തിരികെ പോകണമെന്ന് തോന്നും. പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഈ വിട്ടുപോകുന്നതിൻ്റെ നഷ്ടമോർത്തിട്ട് മടങ്ങിപ്പോരാനായിട്ട് തീരുമാനമുണ്ടാകും. ഈ പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ മടങ്ങി വരുമ്പോഴാണ് അഗ്നിയും ഗന്ധകവും കത്തുന്നതെങ്കിൽ നശിച്ചു പോകും. പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നത് വലിയ കുഴപ്പമാണ്. ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് കുഴപ്പമാണ്. ഇന്നലകളിലെ മദ്യപാന കൂട്ടുകെട്ടിലെ അതിൻ്റെ സുഖങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് അപകടമാണ്. ഇന്നലകളിലെ ലൈംഗിക വൈകൃതങ്ങളും ആസ്വാദനങ്ങളും തിരിഞ്ഞു നോക്കുന്നത് അപകടമാണ്. ഇന്നലകളിൽ ജീവിതത്തിൽ അനുഭവിച്ച പാപ ആസക്തികളും സുഖങ്ങളും ആസ്വാദനങ്ങളും തിരിഞ്ഞു നോക്കുന്നത് അപകടമാണ്. ഇന്നലകളിൽ നടത്തിയിരുന്ന തട്ടിപ്പും വെട്ടിപ്പും അത് കൊണ്ടുവന്നിരുന്ന ലാഭങ്ങളും തിരിഞ്ഞു നോക്കുന്നത് അപകടമാണ്. പ്രിയപ്പെട്ടവരെ, ഓടാൻ തീരുമാനിച്ചവർ കർത്താവിൻ്റെ സ്നേഹത്തെ മുറുകെ പിടിച്ച് അവിടെ ഓടിയെത്താനുള്ള സത്വര ശ്രദ്ധയോടെ സകലതും മറന്ന് ഓടുക, 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 ഓടുക. വേറൊരു ചിന്ത മനസ്സിലുണ്ടാകരുത്. എന്നാൽ ലോത്തിൻ്റെ ഭാര്യ ഈ പ്രദേശങ്ങളിൽ ഉള്ളതായ മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും ഫലഭൂയിഷ്ഠമായ ഈന്തപ്പനകളും അവിടെയുള്ളതായ സമ്പൽസമൃദ്ധിയും ഓർത്തപ്പോൾ അറിയാതെ അവൾ തിരിഞ്ഞു നോക്കി. അവൾക്ക് മുന്നിലുള്ള രക്ഷയെക്കാളും പിന്നിലുള്ള ലാഭമായിരുന്നു പ്രതീക്ഷ. അവൾക്ക് മുന്നിലുള്ളതായ ജീവരക്ഷയെക്കാളും പിറകിലുള്ളതായ സമ്പത്തായിരുന്നു മനസ്സിൽ ഉറച്ചത്. വേദപുസ്തകം പറയുന്നു, അവൾ തിരിഞ്ഞു നോക്കി, നോക്കിയ സ്ഥാനത്ത് അവൾ ഉപ്പുതൂണായി നിന്നുപോയി എന്നാണ്. എന്നുവെച്ചാൽ ഈ പ്രിയപ്പെട്ടവരെ, ചാവുകടലിലെ വെള്ളത്തിന് അതിഭയങ്കരമായ സാന്ദ്രതയാണ്. അതിനകത്തിറങ്ങിയാൽ ഒരു മനുഷ്യൻ താണുപോകുന്നില്ല. മലർന്ന് കിടന്നാൽ വെള്ളത്തിന് മുകളിൽ കിടന്ന പത്രം വായിക്കാം. ബലൂൺ പൊങ്ങിക്കിടക്കുന്നത് പോലെ പൊങ്ങിക്കിടക്കും. 3-4 പ്രാവശ്യം ആ കടലിൽ ഞാൻ ഇറങ്ങി ഇത് പരീക്ഷിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിസാന്ദ്രതയുള്ള വെള്ളമാണ്. അതിൽ നിന്ന് ധാരാളം ഉപ്പ്, പല വിധത്തിലുള്ളതായ ധാതുലവണങ്ങൾ ഇന്ന് ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കരയിലെവിടെയോ അല്ല ഇതിൻ്റെ ഉള്ളിലെവിടെയോ അവൾ പെട്ടുപോയി. അവൾ നിന്ന നിൽപ്പിൽ അവളുടെ അവസ്ഥ മാറി. അവൾ ആ നിന്ന നിൽപ്പ് കുറച്ചു നേരം നിന്ന് കാണും. മറ്റുള്ളവർ മുന്നോട്ട് ഓടി. അവർ പിറകോട്ട് തിരിഞ്ഞു നോക്കാതെ വിളിച്ചിട്ടും അവൾ ഓടിയില്ല. ഇറങ്ങി കത്തിയ അഗ്നിയും ഗന്ധകവും അവളെ മൂടിയിട്ട് അവൾ ഉപ്പുതൂണായി പോയതാകാം. പ്രിയപ്പെട്ടവരെ,
ഈ തിരിഞ്ഞു നോട്ടം ഒരു അപകടമാണ്. മുന്നിലേക്ക് ഓടുക, ലാക്കിലേക്ക് തന്നെ. എവിടേക്കാണ് ഞാൻ ഓടിയെത്തേണ്ടത്, ഞാൻ എന്ത് നോക്കിയാണ് ഓടേണ്ടതെന്നാണ് ഇന്ന് പലരുടെയും സംശയം. യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല. നിങ്ങൾ ഈ ലോകത്തെക്കുറിച്ച് ഒരുപാടൊന്നും ധ്യാനിക്കേണ്ട, ധ്യാന വിഷയം ഞാൻ നിങ്ങൾക്ക് തരാം. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞു തുടങ്ങുന്ന എത്ര മനോഹരമായൊരു ധ്യാനമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ആ വാക്ക് വളരെ ശക്തമാണ്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ അവൻ തന്നെയാണ് ഞാൻ, ഞാൻ തന്നെയാണ് അവൻ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിപ്പീൻ, അവൻ തന്നെയായ എന്നിലും വിശ്വസിപ്പീൻ. ഞാനാണവൻ, അവനാണ് ഞാൻ. എന്നിട്ട് കർത്താവ് പറയുന്നത് നമ്മെ ആരെയും മോഹിപ്പിക്കുന്ന ഒരു ചിന്തയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം കൊട്ടാരങ്ങളുണ്ട്. മലയാള പരിഭാഷ അത് വാസസ്ഥലം എന്ന പരിഭാഷ അത് ശരിയല്ല പ്രിയപ്പെട്ടവരെ. ശരിക്കും അവിടുത്തെ പരിഭാഷ വരേണ്ടത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം കൊട്ടാരങ്ങളുണ്ട്. ഞാൻ കൊട്ടാരങ്ങൾ ഒരുക്കാൻ പോകുകയാണ്. ഞാൻ പോയി കൊട്ടാരങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത്, രാജാവ് ഇരിക്കുന്ന ഇടത്ത്, രാജാധിരാജാവ് ഇരിക്കുന്ന ഇടത്ത്, മഹത്വത്തിൻ്റെ മഹാരാജാവ് ഇരിക്കുന്നിടത്ത്, സർവൈക ലോകനാഥൻ യേശുക്രിസ്തു ഇരിക്കുന്നിടത്ത് അവൻ പറഞ്ഞു, എൻ്റെ കൂടെ നിങ്ങളെയും ഇരുത്താൻ ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ സന്നിധിയിൽ ചേർക്കും. നമുക്ക് ഓടിയെത്താൻ ഒരിടമുണ്ട്. നമുക്ക് വേണ്ടി നമ്മുടെ മണവാളൻ മണവറയൊരുക്കുന്നുണ്ട്. നാം അനാഥരാക്കി ഉപേക്ഷിക്കപ്പെട്ടവരല്ല. നമുക്ക് ഒരു നാഥനുണ്ട്. നാം പ്രതീക്ഷയുള്ളവരാണ്, പ്രത്യാശയുള്ളവരാണ്. ഓട്ടം വൃഥാവിലാകയില്ല, ലക്ഷ്യം കാണാതിരിക്കുകയില്ല. അപ്പോസ്തലനായ പൗലോസ് അത് അടിവരയിട്ട് സമ്മതിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂടാരമാകുന്ന ഈ ഭവനം, ഈ ശരീരം, ഈ കളിമൺകൂടാരം അഴിഞ്ഞു പോയാൽ എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല. കൈപ്പണിയല്ലാത്ത നിത്യഭവനമായൊരു കെട്ടിടം എൻ്റെ പ്രാണപ്രിയൻ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നിത്യതയിൽ ഞാനത് പ്രാപിക്കുക തന്നെ ചെയ്യുമെന്ന്. പിന്നെ അവിടെ ഓടിയെത്താനുള്ള തത്രപ്പാടിനെക്കുറിച്ച്, അവിടെ എത്തിയാൽ ലഭിക്കുന്ന മഹത്വത്തെക്കുറിച്ചൊക്കെ അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ താഴെ 10 വരെയുള്ള വാക്യങ്ങളിൽ അത് വരച്ചു വെച്ചിട്ടുണ്ട്, വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് ഓട്ടമൊരിക്കലും വൃഥാവാകില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ ഓടേണ്ടതുപോലെ ഓടണം. പിന്നിലുള്ളത് മറക്കാതെ, പാർശ്വങ്ങളിലുള്ളത് മറക്കാതെ, കണ്ണ് ലക്ഷ്യത്തിലേക്ക് നട്ടുവയ്ക്കാതെ, മനസ്സവിടെ ഏകാഗ്രതപ്പെടുത്താതെ, അവിടെ ഓടിയെത്തുക എന്ന ഏക ലക്ഷ്യത്തിൽ മനസ്സിനെ മൂർച്ച വരുത്താതെ ഓടുന്നത് വലിയ പ്രയോജനമൊന്നും ചെയ്യില്ല. അലസമായ ഓട്ടം ആരെയും ലക്ഷ്യത്തിലെത്തിക്കില്ല. ഇന്ന് ഒത്തിരി പേർ ഞാനും ദൈവ പൈതലാണ്, ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെട്ട് ഓടുകയാണെന്ന് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ഓടുന്നില്ല. ഈ ലോകത്തിന് വേണ്ടിയാണ് ചിന്ത, ഈ ലോകത്തിന് വേണ്ടിയാണ് ധ്യാനം, ഈ ലോകം വെട്ടിപ്പിടിക്കാനാണ് മനനം, ഇതിനു വേണ്ടിയാണ് അധ്വാനം, ഇതിനു വേണ്ടിയാണ് പരിശ്രമങ്ങളെല്ലാം. അത് വല്ലാത്ത കുഴപ്പമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിത്തീരേണ്ടതിന് നമുക്ക് പിന്നിലുള്ളത് മറക്കാൻ മനഃപൂർവ്വം തീരുമാനിക്കാം. ശ്രമിക്കാമെന്നല്ല, തീരുമാനിക്കാം. പിമ്പിലുള്ളത് മറക്കാം. ഇന്നലകളെ മറക്കാം, ഇന്നലകളിലെ സുഖങ്ങളെ മറക്കാം, ഇന്നലകളിലെ ആനന്ദങ്ങളെ മറക്കാം, ഈ ലോകം തന്നതായ ഇമ്പങ്ങളെ, ഈ ലോകത്തിൻ്റെ എല്ലാ നേട്ടങ്ങളെയും മറക്കാം. ദൈവമക്കളെ, മരണത്തിൽ ജീവിതം തീരുന്നില്ല കേട്ടോ. മരണത്തിനപ്പുറം ജീവിതം തുടരുകയാണ്. സത്യത്തിൽ അവിടെയാണ് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട അധ്യായം തുടങ്ങുന്നത്. പിന്നീടുള്ളതാണ് ശരിയായ ജീവിതം. അതിൽ ആനന്ദമാണ് ലഭിക്കുന്നതെങ്കിൽ പരമാനന്ദമാണ് നമ്മുടെ ജീവിതം. അവിടെ ദുഃഖമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ വേദനയായിരിക്കും നമ്മുടെ ജീവിതം. അതുകൊണ്ട് ദൈവമക്കളെ, ഇവിടെയല്ല കാഴ്ചവെക്കേണ്ടത്, ഇവിടെയല്ല മനസ്സുറപ്പിക്കേണ്ടത്. ഇത് പലർക്കും അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. പലർക്കും ഇതിനോട് നിഷേധ നിലപാട് തോന്നിയേക്കാം. കാരണം ലോക സുഖങ്ങളും ഇതിൻ്റെ ഇമ്പങ്ങളും ആസ്വദിക്കാനുള്ള ത്വര കൊണ്ട് ഇതിനെ നിഷേധിക്കുകയല്ലാതെ മാർഗമില്ല. ചിലർ ദൈവത്തെ നിഷേധിക്കുന്നത് ഇക്കാരണം കൊണ്ടാണ്. ചിലർ വിശ്വാസത്തിൽ അലസത കാണിക്കുന്നത് ഇക്കാരണം കൊണ്ടാണ്. ചിലർ ഈ വചനങ്ങളൊക്കെ സംശയത്തോടെ വീക്ഷിക്കുന്നതും ഇക്കാരണം കൊണ്ടാണ്. ലോകത്തിൻ്റെ സുഖം ആവോളം ആസ്വദിക്കണം, അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ഒരു മൂഢനായിരുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അദ്ദേഹം വ്യക്തമായ ജ്ഞാനത്തിൻ്റെ, പരിജ്ഞാനത്തിൻ്റെ കാഴ്ചയുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകളും വളരെ ശക്തിയുള്ളവയാണ്. നമ്മുടെ ജീവിതത്തെ നമുക്കൊരു വ്യക്തമായ ലക്ഷ്യത്തോടെ
മുന്നോട്ട് നയിക്കാം. നമുക്ക് ഓട്ടത്തിൽ പിന്നിലുള്ളത് മറക്കാം, വിജയം പ്രാപിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ധ്യാനചിന്ത ഇവിടെ പൂർത്തീകരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ അനുഗ്രഹീത സമയത്തിനായിട്ട് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. തൃപ്പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു ധ്യാനം ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് കോറിയിട്ട് തന്നല്ലോ. ഒരു വിശ്വാസി പിന്നിലുള്ളത് മറക്കണം, മുന്നിലുള്ളത് എത്തിപ്പിടിക്കാൻ ആഞ്ഞുകൊണ്ട് ഓടണം. ക്രിസ്തീയ ജീവിതം ഓട്ടമാണ്. ലക്ഷ്യത്തിലെത്തണമെങ്കിൽ പിന്നിലുള്ളത് മറന്നേ പറ്റൂ. ദൈവമേ, ഞങ്ങൾ പലപ്പോഴും അങ്ങനെയല്ല. ഞങ്ങൾ പിന്നിലുള്ളത് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് ഓടാൻ ശ്രമിക്കുന്ന അബദ്ധപൂർണമായ ഒരു യാത്ര തുടരുന്നവരാണ്. എന്നാൽ ഇന്ന് കേട്ട ധ്യാനം ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പുനഃപ്രതിഷ്ഠിക്കട്ടെ, ഞങ്ങൾക്ക് ലക്ഷ്യബോധം തരട്ടെ. ഞങ്ങളെ പൂർണ്ണമായ സ്ഥൈര്യത്തോടെ ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ കാഴ്ചയുള്ളവരും കാഴ്ചപ്പാടുള്ളവരും അപ്രകാരം മനസ്സൊരുക്കമുള്ളവരും സമർപ്പണമുള്ളവരുമായി ഞങ്ങളെ തീർക്കുവാൻ ഈ ധ്യാനം സഹായിക്കണമേ. കർത്താവേ, അവിടുത്തെ കരം ഞങ്ങളെ താങ്ങണമേ. അവിടുത്തെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ. നിരന്തരമായ പ്രബോധനങ്ങളിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് തന്നെ മഹത്വം എടുക്കുമാറാകണം. പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Maria.